If the concentration of the reactants is increased, the rate of reaction. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്കറിയാം എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന. റിയാക്റ്റൻറ്റുകളെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആളുകളെയാണ് റിയാക്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ആർക്കാണോ സമയത്തിനനുസരിച്ച് കോൺസെൻട്രേഷന് ഡിക്രീസ് ഉണ്ടാക്കുന്നത് അയാളെ നമുക്ക് റിയാക്റ്റൻ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ആർക്കാണോ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് അയാളെ നമുക്ക് റിയാക്റ്റൻ്റ് എന്ന് വിളിക്കാം. ഈ റിയാക്റ്റൻറ്റുകൾ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറും? പ്രോഡക്റ്റുകളായിട്ട് മാറും. ഓക്കെ, റിയാക്റ്റൻറ്റുകൾ കൂടിച്ചേർന്ന് എന്തായിട്ട് മാറും? പ്രോഡക്റ്റായിട്ട് മാറും. ഇങ്ങനെയല്ലേ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന എങ്കിൽ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടിയാൽ റിയാക്ഷൻ്റെ റേറ്റിന് എന്ത് പറ്റും? മക്കളെ, ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ട് റിയാക്ഷൻ്റെ റേറ്റും എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് പറയാം, ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഈസ് ഇൻക്രീസ്ഡ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫലമായിട്ട് റിയാക്ഷൻ്റെ റേറ്റും എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, റേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പറയുന്ന രണ്ട് ഇക്വേഷനില്ലേ? റേറ്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ എന്താ? റേറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്നല്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്നാണ്. ഇത് തന്നെ റിയാക്റ്റൻറ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ബൈ ടൈം ടേക്കൺ. ഇത് തന്നെ പ്രോഡക്റ്റിനെ വെച്ചുകൊണ്ട് എങ്ങനെ പറയാം? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആളുകൾ റിയാക്റ്റൻറ്റുകൾ അവരുടെ അളവ് കുറയുന്നതായിട്ടും നമുക്കതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആളുകൾ പ്രോഡക്റ്റുകൾ അവരുടെ അളവ് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് പറയാം, റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് റേറ്റും റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റും എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് അയോണിക് റിയാക്ഷൻ ഇൻ കമ്പാരിസൺ ടു മോളിക്കുലർ റിയാക്ഷൻസ്. മക്കളെ, അയോണിക് റിയാക്ഷനുകളുണ്ട്, മോളിക്കുലർ റിയാക്ഷനുകളുണ്ട്. ഇവരുടെ സമയങ്ങൾ തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴെന്താ ഓർത്തിരുന്നോ, മോളിക്കുലർ റിയാക്ഷനുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരം അയോണിക് റിയാക്ഷൻസ് ആർ വെരി ഫാസ്റ്റ്. മോളിക്കുലർ റിയാക്ഷനുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരം അയോണിക് റിയാക്ഷനുകൾ വളരെ ഫാസ്റ്റാണ്. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. ഇത് നടക്കാൻ ആവശ്യമുള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ ടൈം റിക്വയർഡ് നമുക്ക് പറഞ്ഞൂടെ? വെരി ലെസ് കമ്പയർഡ് ടു മോളിക്കുലർ റിയാക്ഷൻ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് അയോണിക് റിയാക്ഷൻസ് ഇൻ കമ്പാരിസൺ ടു മോളിക്കുലർ റിയാക്ഷൻ ഈസ് മിനിമം. ഒരു അയോണിക് റിയാക്ഷൻ നടക്കാൻ ആവശ്യമുള്ള സമയം മോളിക്കുലർ റിയാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മോളിക്കുലർ റിയാക്ഷൻ നടക്കാൻ ആവശ്യമുള്ള സമയം എന്താണോ അതിനേക്കാൾ വളരെ കുറവായിരിക്കും അയോണിക് റിയാക്ഷനുകൾ നടക്കാൻ ആവശ്യമായുള്ള സമയം. സോ ആ ടൈം മിനിമം ആയിരിക്കും. അത് കറക്റ്റായിട്ട് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. സോ മക്കളെ, ഓപ്ഷൻ 2 വിൽ ബി അവർ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ. താഴെ പറയുന്നതിൽ ആരിലൊക്കെയാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മക്കളെ, വോളിയം ഇല്ല, എല്ലാ കേസിലും നമുക്ക് പറയാൻ പറ്റില്ല. ഫോഴ്സ് ഇല്ല. പ്രഷർ എന്ന് പറയുന്ന ഫാക്ടർ ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗേഷ്യസ് റിയാക്ഷൻസ്. ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആളുകൾ പങ്കെടുക്കുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന റിയാക്ഷനുകളുടെ കേസിൽ പ്രഷർ എന്ന് പറയുന്ന ആളിന് ആ റിയാക്ഷൻ്റെ സ്പീഡിൽ അല്ലെങ്കിൽ റേറ്റിൽ ഒരു എഫക്റ്റ് കാണും. പക്ഷേ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നമുക്ക് പറയാം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 4 ഉണ്ട് മക്കളെ. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ദ റിയാക്ഷൻ 4N2O5 ഡൈനൈട്രജൻ പെൻഡോക്സൈഡ് gives 4NO2 nitrogen dioxide and O2 if the concentration of NO2 is increased by 1.6 into 10 raised to minus 2 molar in 4 seconds, calculate the rate of formation of NO2. മക്കളെ ഇതാ ഇതുപോലൊരു റിയാക്ഷൻ തന്നേക്കുക. 2N2O5 gives 4NO2 plus O2. ഇതാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ. എങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷനകത്ത് 3 ടേമുകളാണുള്ളത്. ഒരു റിയാക്റ്റൻറ്റും ഉണ്ട്, 2 പ്രോഡക്റ്റുകളും ഉണ്ട്, ഇല്ലേ? എങ്കിൽ ഈ 3 ടേമിനെ വെച്ചുകൊണ്ട് നമുക്ക് റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. റേറ്റ് ഫ്രം എ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് എഴുതാം. എന്താ, എങ്ങനെയാണ് നമ്മൾ റേറ്റ് എഴുതുന്നത് നോക്ക്. റേറ്റ് ഈക്വൽ ടു, ഇത് റിയാക്റ്റൻ്റ് അല്ലേ N2O5, റിയാക്റ്റൻറ്റിനെ വെച്ചുകൊണ്ട് റേറ്റിനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. എന്തിനു വേണ്ടിയാ? സമയത്തിനനുസരിച്ച് റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയുവാന്ന് കാണിക്കാൻ വേണ്ടി. ഇനി ഇവിടെ 1/2 ഇല്ലേ, ഇനി 2 ഇല്ലേ, 2 ഉണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് 2 ഉണ്ടെങ്കിൽ നമ്മൾ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1/2 എഴുതുന്നു. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് N2O5 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. N2O5ൻ്റെ ടേംസിൽ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ NO2നെ വെച്ചുകൊണ്ട് പറയാം. NO2 പ്രോഡക്റ്റ് ആണ്, നെഗറ്റീവ് സൈൻ വേണ്ട, പോസിറ്റീവ് സൈൻ ആണ്. 4 എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, സോ നമ്മൾ 1/4 ഇട്ട് കൊടുക്കണം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NO2 ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ ആണോ? ഓക്സിജൻ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ പറയാം? പ്രോഡക്റ്റ് ആണ്, പ്ലസ് സൈൻ, കോഎഫിഷ്യൻ്റ് ഒന്നുമില്ല, ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് O2 ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2. മക്കളെ, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2 എന്ന് വെച്ചാൽ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഒന്നും നമ്മൾ നോക്കണ്ട. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NO2 ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NO2 ബൈ ചേഞ്ച് ഇൻ ടൈം ചെയ്താൽ പോരെ? ഇവിടെ നമ്മളടുത്ത് പറയുന്നുണ്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് NO2 ഇൻക്രീസ്ഡ് ബൈ, എത്ര ഇൻക്രീസ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ തരുന്നുണ്ട് 1.6 into 10 raised to minus 2 മോളാർ ഡിവൈഡഡ് ബൈ, അതിനാവശ്യമുള്ള സമയം എത്രയാ? 4 സെക്കൻഡ്. ഓക്കെ ആണോ മക്കളെ? ഇത് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് NO2, അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് NO2 ബൈ ചേഞ്ച് ഇൻ ടൈം കിട്ടും. ഓക്കെ ആണോ? ഇതാ 1.6ഉം 4ഉം തമ്മിൽ വെട്ടിപ്പോത്തില്ലേ? നമുക്ക് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 0.4 into 10 raised to minus 2 എന്നോ അല്ലെങ്കിൽ 4 into 10 raised to minus 3 മോളാർ പെർ സെക്കൻഡ് എന്നോ കിട്ടും. 4 into 10 raised to minus 3 മോളാർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. മക്കളെ, നമ്മൾ ഓപ്ഷൻ നോക്കാൻ നേരം ഓപ്ഷൻ 1 ആ വാല്യൂ കാണാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ 1 വിൽ ബി അവർ ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വളരെ എളുപ്പമാണ് ഇത് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ദാ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഫോർ ദി ഫോളോയിങ് ചേഞ്ച്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്താ മക്കളെ റിയാക്ഷൻ? 2HI ഗീവ്സ് ഹൈഡ്രജൻ അയഡൈഡ് ഡീകമ്പോസ് ചെയ്ത് എന്തൊക്കെയായിട്ട് മാറുന്നു? ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറുന്നു. ഓക്കെ ആണോ? എങ്കിൽ ഈ റിയാക്ഷൻ്റെ ഓരോ ടേമുകളും വെച്ചുകൊണ്ട് നമുക്ക് റേറ്റ് എഴുതിക്കൂടെ? റേറ്റ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? റേറ്റ് ഈക്വൽ ടു റിയാക്റ്റൻ്റ് ആണ് ഹൈഡ്രജൻ അയഡൈഡ് -1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് HI ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഹൈഡ്രജൻ വെച്ചുകൊണ്ട് എഴുതാം. എന്താ കോഎഫിഷ്യൻ്റ് ഒന്നും തന്നെ ഇല്ല, പ്രോഡക്റ്റ് ആണ്, പ്ലസ് സൈൻ ഇടാം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ ആണോ? അയഡിൻ വെച്ചുകൊണ്ട് എഴുതാം, പ്ലസ് സൈൻ ഇടുന്നു. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അയഡിൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ മക്കളെ, ഇങ്ങനെ ഓരോ ടേമും വെച്ചുകൊണ്ട് റേറ്റ് എഴുതിക്കൂടെ? ഇത് കറക്റ്റായിട്ട് പറയുന്ന ഏത് ഓപ്ഷനിലാണെന്ന് നമ്മൾ നോക്കിയാൽ പോരെ? ഇതാ നോക്ക്, ഓപ്ഷൻ ബി നോക്കിയാൽ കണ്ടുകൂടെ? 1/2 ഇൻറ്റു മൈനസ് DHI/dt ഈക്വൽ ടു DH2/dt ഈക്വൽ ടു DI2/dt. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കറക്റ്റ് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഓപ്ഷൻ 2-ൽ തന്നിരിക്കുന്നത്. സോ മക്കളെ, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മക്കളെ, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കേ. ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ്. ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദ റേറ്റ് ഈക്വൽ ടു, ഞാൻ ഈ തന്നിരിക്കുന്ന എടുത്ത് എഴുതുവാണേ. ദ 1/2 ഇൻറ്റു പ്ലസ് ആണേ, പ്ലസ് 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് C ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഈക്വൽ ടു 1/3 ഇൻറ്റു, അതും പ്ലസ് തന്നെയാണ്, പ്ലസ് 1/3 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് D ബൈ ചേഞ്ച് ഇൻ ടൈം.
ഓക്കെ ആണോ? ഈക്വൽ ടു ദാ മൈനസ് ഉണ്ട് ഇവിടെ, മൈനസ് എടുക്കാൻ മറക്കല്ലേ, മൈനസ് 1/4 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു ദാ ഇവിടെയും മൈനസ് ഉണ്ട്, മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ചേഞ്ച് ഇൻ ടൈം. മക്കളെ ഈക്വേഷൻ എങ്ങനെ എഴുതിയെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? നെഗറ്റീവ് സൈൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു റിയാക്റ്റൻ്റ് ഉണ്ടെന്നാ. അത് ഓക്കെയാണ്. സോറി, നെഗറ്റീവ് സൈൻ കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് റിയാക്റ്റൻ്റ് ആണെന്നാ. ഇനി ഈ കൊയഫിഷ്യൻറ്റ് നമ്മളിപ്പോൾ 4 കൊയഫിഷ്യൻ്റ് ആയിട്ട് വന്നാൽ നമ്മൾ 1/4 കൊടുത്തേനെ. ഓക്കെയാണ്. അപ്പോൾ എയും ബിയുമാണ് റിയാക്റ്റൻറ്റുകൾ. നമുക്ക് എഴുതാം എന്താ, എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഡി. ഇങ്ങനെയാണ് ജനറൽ കേസ് വരുന്നത്. ഇനി എയുടെ ഫ്രണ്ടിൽ -1/4 മൈനസ് കണ്ടാൽ ഇത് റിയാക്റ്റൻ്റ് ആണ്. 1/4 എന്ന് പറയുന്നൊരു ടേം ഇല്ലേ? അപ്പോൾ നമുക്ക് പറയാം എയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എത്രയാണ്? 4 ആണ്. ബിയുടെ കൂടെ 1 തന്നെ, അപ്പോൾ ഇവിടെയും 1 തന്നെ, മാറ്റമൊന്നുമില്ല. സിയുടെ ഫ്രണ്ടിൽ 1/2 കാണുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ഇവിടെ എന്തുണ്ട്? 2 സി ഉണ്ട്. ഡിയുടെ മുമ്പിൽ 1/3 കാണുന്നുണ്ട്, സോ 3 ഡി ഉണ്ട്. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, 4a + b ഗിവ്സ് 2c + 3d എന്ന് നമുക്ക് എഴുതാം. ഇതായിരിക്കും നമ്മുടെ റിക്വയർഡ് കെമിക്കൽ ഇക്വേഷൻ. ആ കെമിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള റേറ്റ് ഇക്വേഷൻ ആണ്, റേറ്റ് എക്സ്പ്രഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ 4a + b ഗിവ്സ് 2c + 3d എന്ന് പറയുന്നത് ഓപ്ഷൻ 1 നമുക്ക് അങ്ങനെ ഒരു ആൻസർ കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓപ്ഷൻ 1 അല്ലേ നമ്മുടെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. മകൾ ഏതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ഇൻ ദ റിയാക്ഷൻ a + 2b ഗിവ്സ് 6c + 2d. ഓ, വലിയൊരു റിയാക്ഷൻ ആണ്. a + 2b ഗിവ്സ് 6c + 2d. ഇക്വേഷൻ ഓക്കെ അല്ലേ? ഇഫ് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ഈസ് 2.6 × 10⁻² മോൾ പെർ ലിറ്റർ, 2.6 × 10⁻² മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇത് എന്തുവാ തന്നിരിക്കുന്നത്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആ തന്നിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി? എളുപ്പമാണ് മക്കളെ കണ്ടുപിടിക്കാൻ. ഈ റിയാക്ഷനകത്തുള്ള ഓരോ ടേമും വെച്ചുകൊണ്ട് റേറ്റ് നമുക്ക് ആദ്യമേ എഴുതാം. റേറ്റ് ഈക്വൽ ടു എ റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു ബി റിയാക്റ്റൻ്റ് ആണ്, മൈനസ് 2 കോഎഫിഷ്യൻ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ -1/2 ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ചേഞ്ച് ഇൻ ടൈം. സി വെച്ചുകൊണ്ട് പറയാം +1/6 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു ഡി വെച്ചുകൊണ്ട് പറയാം +1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ നമുക്ക് ഓരോ ടേമും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ മക്കളെ, ഇതാ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ഇതാണ് തന്നിരിക്കുന്നത്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ ആണോ? ഇതിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാ? 2.6 × 10⁻² മോളാർ പെർ സെക്കൻഡ്, മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി നമ്മളെങ്ങനെ എഴുതുന്നത്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ചേഞ്ച് ഇൻ ടൈം ചെയ്താൽ പോരെ? മക്കളെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? എങ്കിൽ ദാ നമ്മൾ ഈ റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതിയതിൽ നിങ്ങളിതാ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഈ എയും ബിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുകൂടെ? എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? ഇതാ നോക്കിക്കോ, -dA/dt ഈക്വൽ ടു -1/2 ഇൻറ്റു dB/dt. അങ്ങനെ ചെയ്തൂടെ? ഓക്കെ ആണോ? എങ്കിൽ നമുക്കിതാ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി, ഡി ബി, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ദാ ഇതുകൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? നമുക്ക് എന്തെന്ന് കിട്ടും? 2 × dA/dt എന്ന് കിട്ടും. അത് ഓക്കെ ആണോ? എങ്കിൽ മക്കളെ 2 × dA/dt. dA/dtയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞൂടെ? 2 × എന്താ? 2.6 × 10⁻² ചെയ്താൽ പോരെ? നമുക്ക് എത്രയെന്ന് കിട്ടും മക്കളെ? 5.2. 26ൻ്റെ ഇരട്ടി 52 അല്ലേ? 5.2 × 10⁻² മോളാർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 5.2 × 10⁻² മോളാർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. മക്കളെ 5.2 × 10⁻² മോളാർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 3 കാണുന്നുണ്ട്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ കെമിക്കൽ റിയാക്ഷൻ N2 + 3H2 gives 2NH3. The rate of this reaction can be expressed in terms of concentration of nitrogen, hydrogen or ammonia. Identify the correct relationship amongst the rate expression. അതായത് ഇതുപോലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഹേബർ പ്രോസസ്സിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണിത്. N2 + 3H2 gives 2NH3. ഇതുപോലൊരു റിയാക്ഷൻ തന്നാൽ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഓരോ ടേമും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ, നമുക്ക് വീണ്ടും റേറ്റിന് എക്സ്പ്രഷൻ എഴുതാം. ആ എക്സ്പ്രഷനാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് ഈക്വൽ ടു മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ബൈ ചേഞ്ച് ഇൻ ടൈം. എഴുതിക്കൂടെ? ഇതാണ് അടുത്ത മൈനസ് 1/3 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ ആണോ? പ്ലസ് 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ബൈ ചേഞ്ച് ഇൻ ടൈം. ഇങ്ങനെ ചെയ്താൽ പോരെ മക്കളെ? അപ്പോൾ ഈ റിയാക്ഷൻ്റെ റേറ്റിനെ നൈട്രജൻ, ഹൈഡ്രജൻ, അമോണിയ ഈ 3 ടേമുകളും വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. നൈട്രജൻ്റെ മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ ബൈ ചേഞ്ച് ഇൻ ടൈം, ഹൈഡ്രജൻ്റെ മൈനസ് 1/3 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ ചേഞ്ച് ഇൻ ടൈം, അമോണിയയുടെ പ്ലസ് 1/2 ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് അമോണിയ ബൈ ചേഞ്ച് ഇൻ ടൈം. മക്കളെ അത് കറക്റ്റായിട്ട് പറയുന്നത് എവിടാ? ഓപ്ഷൻ 1-ല്ലേ? ഓപ്ഷൻ 1 കറക്റ്റ് ഇതേ എക്സ്പ്രഷൻ വെച്ചുകൊണ്ടല്ലേ റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് പറയാം ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എളുപ്പമുള്ളൊരു ചോദ്യമല്ലായിരുന്നോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. മക്കളെ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A2 + B2 gives 2AB. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. A2 + B2 gives 2AB. റിയാക്ഷൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. K ഈക്വൽ ടു റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2 റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B2 റേസ് ടു B. ഇങ്ങനെയല്ലേ തന്നിരിക്കുന്നത്? എങ്കിൽ മക്കളെ ഇതിനകത്തുള്ള ഓരോ ടേമും വെച്ചുകൊണ്ട് നമുക്ക് റേറ്റിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതിൻ്റെ ആവശ്യം ശരിക്കും വരുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് എഴുതാം. റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2 റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B2 റേസ് ടു B. മക്കളെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇനി റിയാക്റ്റൻറ്റുകളുടെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഇതൊരു ലോ വെച്ചിട്ടല്ലേ പറയുന്നത്. ലോയുടെ പേരെന്തായിരുന്നു മക്കളെ? റേറ്റ് ലോ. ഓക്കെ, നമ്മൾ ജനറൽ കേസിൽ ഒരു റിയാക്ഷൻ പറയുവാണ്. AA plus BB gives products. എങ്കിൽ ഈ റിയാക്ഷൻ്റെ റേറ്റ് ലോ വെച്ചുകൊണ്ട് റേറ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു Y. ഇങ്ങനെ എഴുതി കൂടെ നമുക്ക്? എന്നിട്ട് നമ്മൾ പറയും അക്കോർഡിംഗ് ടു റേറ്റ് ലോ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് എ ഗിവൺ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് വിത്ത് ഈച്ച് കോൺസെൻട്രേഷൻ ടേം ഈസ് റേസ് ടു എ പവർ ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് ഇൻ ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? എങ്കിൽ മക്കളെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഈ റിയാക്ഷൻ്റെ കേസിൽ ഇതാ നമ്മുടെ റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ റിയാക്ഷൻ എന്തായിരുന്നു? A2 + B2 gives 2AB. ഇതുപോലൊരു റിയാക്ഷൻ്റെ കേസിൽ അവരുടെ റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്തുവാ? റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2 റേസ് ടു A ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B2 റേസ് ടു B. ഓക്കെ, എങ്കിൽ ഈ A + B എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ റിയാക്ഷൻ്റെ ഓവറാൾ ഓർഡർ എന്ന് പറയുന്നത്. A + B. A നമുക്ക് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു A2 എന്നും സ്മോൾ b നമുക്ക് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു B2 എന്നും ഒക്കെ നമുക്ക് പറയാം. മക്കളെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ കുറച്ച് ഡേറ്റാസ് തന്നിട്ടില്ലേ? ഈ ഡേറ്റാസ് എടുത്ത് നമ്മുടെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണെന്ന് നോക്കിയോ? റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാ? 0.04 ഈക്വൽ ടു എന്താ? കോൺസെൻട്രേഷൻ ഓഫ് A2 അപ്പോൾ എത്രയാണ് എടുത്തേക്കുന്നത്? 0.2. അത് നമുക്ക് അതിൻ്റെ പവറായിട്ട് A എടുത്തൂടെ? ഇൻറ്റു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇല്ലേ മക്കളെ ഇവിടെ? ഓക്കെ, ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. കോൺസെൻട്രേഷൻ ഓഫ് എത്രയാ? 0.2 റേസ് ടു A ഇൻറ്റു 0.2 റേസ് ടു B.
ഇനി നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതി കൂടെ. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട് 0.04 ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാ 0.1 റൈസ് ടു എ ഇൻറ്റു B2ൻ്റെ കോൺസെൻട്രേഷൻ എത്രയാ 0.4 റൈസ് ടു ബി. ഇക്വേഷൻ 2 ആയില്ലേ? ഓക്കെ ആണോ? അടുത്ത റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട് 0.08 ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാ 0.2 റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എത്രയാ 0.4 റേസ് ടു ബി. ഇത് ഇക്വേഷൻ 3 ആയിട്ട് എടുക്കാം. ഈ 3 ഇക്വേഷനുകൾ വെച്ചുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. മക്കളെ ഏതാ കാണിച്ചു തരാം, നോക്കിക്കോ. ഞാനിപ്പോൾ ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 1 ചെയ്യുന്നു. ഇക്വേഷൻ 3 ബൈ ഇക്വേഷൻ 1 ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. 0.08 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്തുവാ 0.04. അവരുടെ ലെഫ്റ്റ് സൈഡുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റേഷ്യോ എടുത്ത് റൈറ്റ് സൈഡുകളെ തമ്മിൽ എടുക്കുക. ഈക്വൽ ടു കെ ഇൻറ്റു 0.2 റേസ് ടു എ ഇൻറ്റു 0.4 റേസ് ടു ബി ഡിവൈഡഡ് ബൈ 1 എന്തുവാ റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു 0.2 റേസ് ടു എ ഇൻറ്റു 0.2 റേസ് ടു ബി. ഇങ്ങനെ കിട്ടത്തില്ലേ? ഇതും ക്യാൻസലായി പോകത്തില്ലേ? കെയും ക്യാൻസലായി പോകത്തില്ലേ? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടത്തില്ലേ? മക്കളെ 2 ഈക്വൽ ടു 0.4 റേസ് ടു ബി ഡിവൈഡഡ് ബൈ 0.2 റേസ് ടു ബി. ഇതിനെ നമുക്ക് 4/2 റേസ് ടു ബി അല്ലെങ്കിൽ 2 റേസ് ടു ബി എന്ന് എഴുതാം. മക്കളെ 2ൻ്റെ പവർ 2 റേസ് ടു 1 ഈക്വൽ ടു 2 റേസ് ടു ബി ആണെങ്കിൽ അതിൽ നിന്ന് ബിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടും 1 എന്ന് കിട്ടും. കിട്ടിയോ? ഓക്കെ ആണോ? ഇതേപോലെ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്ക്. മക്കളെ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്താൽ മതി. ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 എങ്ങനെയാണ് ചെയ്യുന്നത്? ഇക്വേഷൻ 3 ഇതാ 0.08 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 0.04 ഈക്വൽ ടു ദാ ഇക്വേഷൻ 3യുടെ റൈറ്റ് സൈഡ് എന്താ കെ ഇൻറ്റു 0.2 റേസ് ടു എ ഇൻറ്റു 0.4 റേസ് ടു ബി ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു 2ൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡ് എഴുതുക 0.1 റേസ് ടു എ ഇൻറ്റു 0.4 റേസ് ടു ബി. മക്കളെ 0.4 റേസ് ടു ബി ക്യാൻസലായി പോയില്ലേ? കെയും ക്യാൻസലായി പോയില്ലേ? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടത്തില്ലേ? നമുക്ക് ഇതാ കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കിക്കോണേ. 2 ഈക്വൽ ടു എന്താ 2.2 ബൈ 0.1 എന്ന് വെച്ചാൽ 2/1 ഹോൾ റേസ് ടു എ അല്ലെങ്കിൽ 2 റേസ് ടു 1 ഈക്വൽ ടു 2 റേസ് ടു എ വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു 1. എയുടെ വാല്യൂ നമുക്ക് കിട്ടി, ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂവും 1 ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ 1 അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആവാൻ വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഓരോരോ സ്റ്റെപ്പുകൾ വെച്ച് ചെയ്തതേ ഉള്ളൂ. എയുടെയും വാല്യൂ 1, ബിയുടെയും വാല്യൂ 1. അപ്പോൾ നമുക്ക് പറയാം ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു A2 1 ആണ്. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു B2 അതും 1 ആണ്. എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 1 ഉണ്ട് മക്കളെ. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗീവ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ ദ റിയാക്ഷൻ A പ്ലസ് ബി ഗീവ്സ് പ്രോഡക്റ്റ്. A പ്ലസ് ബി ഗീവ്സ് പ്രോഡക്റ്റ് ഇതുപോലൊരു റിയാക്ഷൻ തന്നിരിക്കുക. ഓക്കെ എങ്കിൽ ഇതിൻ്റെ റേറ്റിലോ ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ. ഇപ്പം നമ്മൾ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. നമുക്കിതാ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. A പ്ലസ് ബി ഗീവ്സ് പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എങ്കിൽ മക്കളെ നമുക്കിതാ ഈ ഇക്വേഷൻ്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാം. റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ. എയുടെ പവർ നമുക്ക് തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ എന്നെടുക്കാം. ഇതാണ് ഈ റിയാക്ഷൻ്റെ റേറ്റ് ലോ ഇക്വേഷൻ. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓരോ ഡേറ്റയായിട്ട് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഓരോ ഇക്വേഷൻ കിട്ടത്തില്ലേ? ആദ്യത്തെ കേസിൽ 4 ഈക്വൽ ടു കോൺസെൻട്രേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ അതെത്രയാ 1 അല്ലേ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി 2 അല്ലേ റേസ് ടു വൈ. ഇത് ഇക്വേഷൻ 1 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ അടുത്ത രണ്ടാമത്തെ കേസ് എഴുതാം. 4 ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാ 2 റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി 2 റേസ് ടു വൈ. രണ്ടാമത്തെ എക്സ്പ്രഷൻ ആയില്ലേ മക്കളെ? അടുത്തത് മൂന്നാമത്തെ കേസ് എഴുതാം. 16 ഈക്വൽ ടു എങ്ങനെ എഴുതുന്നത്? റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ 2 റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി 4 റേസ് ടു വൈ. ഇത് ഇക്വേഷൻ 3 ആണെന്ന് ഇരിക്കട്ടെ.
ഓക്കെ, എങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ആരുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും? എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്താ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമേ ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ ഏത് ചെയ്യാം? 2 ചെയ്യാം ഇല്ലേ? ഇക്വേഷൻ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാം. നമുക്ക് ആദ്യമേ നോക്കാം. നമുക്ക് 16/4 = ലെഫ്റ്റ് സൈഡ് തമ്മിൽ എഴുതിയേ. അടുത്ത റൈറ്റ് സൈഡ് k × 2x × 4y ഡിവൈഡഡ് ബൈ 2ൻ്റെ കേസിൽ k × 2x × 2y. മക്കളെ kയും kയും ക്യാൻസലായി, 16ഉം 4ഉം ക്യാൻസലായപ്പോൾ 4 എന്ന് കിട്ടി. 2x ക്യാൻസലായി പോയി. നമുക്കിതാ 4 = 4/2 അതായത് 2y, അതായത് 2² = 2y, വിച്ച് ഇംപ്ലൈസ് y = 2. y എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടിയില്ലേ? ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതാ എക്സ് വേണം. എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആരെയൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നോക്കാം. എക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതാ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ചെയ്യുക. മക്കളെ ഇക്വേഷൻ 2 ഇക്വേഷൻ 1 ചെയ്ത് നോക്കാം നമുക്ക്. ഇക്വേഷൻ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1ൻ്റെ 4 = ഇക്വേഷൻ 2ൻ്റെ റൈറ്റ് സൈഡ് k × 2x × 2y ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1ൻ്റെ അതാ k × 1x × 2y. ഇതും വെട്ടിപ്പോയില്ലേ? kയും kയും വെട്ടിപ്പോയില്ലേ? തമ്മിൽ ക്യാൻസലായി 1 എന്ന് കിട്ടത്തില്ലേ മക്കളെ? അതായത് 1 = 2x ഡിവൈഡഡ് ബൈ 1 എനി നമ്പർ 1 തന്നെ. അതിൻ്റെ അർത്ഥം 2x = എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി. മക്കളെ 2ൻ്റെ പവറായിട്ട് ഏതോ ഒരു നമ്പറിനെ എടുത്തപ്പോൾ 1 എന്ന് കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം 2x. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. കാര്യം എനി നമ്പർ റേസ് ടു 0 1 അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0യും വൈൻ്റെ വാല്യൂ 2ഉം. അപ്പോൾ നമുക്കിതാ ഈ ഇക്വേഷനിലോട്ട് അത് ഇട്ട് കൊടുക്കാം. റേറ്റ് കോൺസ്റ്റൻറ്റ് k × കോൺസെൻട്രേഷൻ ഓഫ് a റേസ് ടു x. എക്സിൻ്റെ വാല്യൂ എത്രയാ? 0 × കോൺസെൻട്രേഷൻ ഓഫ് b റേസ് ടു y. വൈയുടെ വാല്യൂ എത്ര? 2. ഇതല്ലേ നമ്മുടെ റേറ്റ് ഇക്വേഷൻ കിട്ടുന്നത്. അതായത് നമുക്ക് പറയാം ദിസ് റിയാക്ഷൻ ഈസ് 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു a ആൻഡ് സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു b. a എന്ന് പറയുന്ന ആളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാൻ നേരം ഈ റിയാക്ഷൻ്റെ ഓർഡർ 0 ആണ്. b എന്ന് പറയുന്ന ആളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ റിയാക്ഷൻ്റെ ഓർഡർ 2 ആണ്. അപ്പോൾ റേറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് k × കോൺസെൻട്രേഷൻ ഓഫ് a റേസ് ടു 0 × കോൺസെൻട്രേഷൻ ഓഫ് b റേസ് ടു 2. ഇത് കറക്റ്റായിട്ട് പറയുന്ന ആരുണ്ട്? ഓപ്ഷൻ 2 ഉണ്ട്. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ റിയാക്ഷൻ 2a + b gives products. ഒരു റിയാക്ഷൻ ഉണ്ട് 2a + b gives products. ഓക്കെ ആണേ? നോക്കിക്കോ, റിയാക്ഷൻ എഴുതാം നമുക്ക്. 2a + b gives products. Okay, the active mass of B is kept constant and that of A is doubled. The rate of reaction will be. മക്കളെ ബി എന്ന് പറയുന്ന ആളിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മാറ്റം വരുത്താതെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. എ എന്ന് പറയുന്ന ആളിൻ്റെ കോൺസെൻട്രേഷൻ ഇരട്ടിയാക്കുന്നു. അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതാം. റേറ്റ് റേറ്റ് കോൺസ്റ്റൻറ്റ് k × കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2 × കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1. ഇങ്ങനെയല്ലേ നമ്മൾ ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ എഴുതണ്ടേ? ആ റേറ്റ് ഇക്വേഷൻ എഴുതിയതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? എങ്കിൽ പുതിയ റിയാക്ഷൻ്റെ റേറ്റ് ഡാഷ് ആണെന്ന് ഇരിക്കട്ടെ. നമുക്ക് നോക്കാം പുതിയ റിയാക്ഷൻ്റെ റേറ്റ്. നമ്മളിതാ ബിയുടെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, മാറ്റമില്ല. എയുടെ കോൺസെൻട്രേഷൻ എന്താക്കുന്നു? ഡബിൾ ചെയ്യുന്നു, അതായത് × 2 ചെയ്യുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിതാ റേറ്റ് ഡാഷ് = റേറ്റ് കോൺസ്റ്റൻറ്റ് k × മക്കളെ പുതിയ എയുടെ കോൺസെൻട്രേഷൻ എന്തുവാ? 2a അല്ലേ? ഹോൾ സ്ക്വയർ × ബിയുടെ കോൺസെൻട്രേഷന് മാറ്റമില്ലല്ലോ, b റേസ് ടു 1. അതായത് മക്കളെ റേറ്റ് ഡാഷ് പുതിയ റേറ്റ് ദാ ഈ 2² 4 ഞാനിങ്ങ് പുറത്തെടുത്തു. 4 × k × കോൺസെൻട്രേഷൻ ഓഫ് a² × b റേസ് ടു 1. ഇത്രയും സാധനം നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? പഴയ റേറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം മക്കളെ, നമ്മളെ പുതിയ റേറ്റ് ഡാഷ് = 4 ടൈംസ് പഴയ റേറ്റ്. അതായത് റിയാക്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? കൂടും. എത്ര മടങ്ങ് കൂടും? 4 ഇരട്ടി കൂടും. അപ്പോൾ ഇൻക്രീസ് 4 ടൈംസ് എന്ന് പറഞ്ഞാൽ അത് ഓക്കെ അല്ലേ? റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് 4 ടൈംസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ദ റിയാക്ഷൻ 2a + b gives a to b. Okay, concentration of A is doubled and B is halved, then the rate of reaction will be. Okay മക്കളെ, ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ ആണ് 2a + b gives
എ ടു ബി. ഓക്കെ, ഇതിൽ എയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? എയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇൻറ്റു 2 ചെയ്യണം. ബിയുടെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റമാണ് വരുന്നത് മക്കളെ? ബിയുടെ കോൺസെൻട്രേഷൻ ഈസ് ഹാഫ്ഡ്, അതായത് ഇൻറ്റു 1/2 ചെയ്യണം നമ്മൾ. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എഴുതാം. റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1. എഴുതിയാൽ പോലെ റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1. ഇനി പുതിയ റേറ്റ് ഡാഷ് ആണെന്നിരിക്കട്ടെ. റേറ്റ് ഡാഷ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു മക്കളെ എയുടെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റം വന്ന് ഡബിൾ ചെയ്തില്ലേ? 2 ടൈംസ് എ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ബിയുടെ കോൺസെൻട്രേഷൻ പാതിയാക്കിയില്ലേ? ഹാഫ് ഇൻറ്റു ബി റേസ് ടു 1. മക്കളെ നമുക്ക് കിട്ടും റേറ്റ് ഡാഷ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ. ഓക്കെ, റേറ്റ് കോൺസ്റ്റൻറ്റ് കെ എഴുതുന്നതിന് മുമ്പേ ഈ 2 സ്ക്വയർ ചെയ്യാൻ നേരം ഒരു 4 കിട്ടത്തില്ല. 4 ഇൻറ്റു ഈ 1/2 ഇങ്ങ് പുറത്ത് വരത്തില്ലേ? 1/2 ഇൻറ്റു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1. ഇത്രയും എന്നതിന് പകരം നമുക്ക് പഴയ റേറ്റ് എഴുതി കൂടെ? അപ്പം ഞാൻ പറയുന്നു റേറ്റ് ഡാഷ് ഈക്വൽ ടു 4 ഇൻറ്റു 1/2 2 ഇൻറ്റു പഴയ റേറ്റ്. ചെയ്ത് എങ്ങനെയാണെന്ന് കിട്ടിയില്ലേ? അതായത് പഴയ റേറ്റിൻ്റെ 2 ഇരട്ടിയായിരിക്കും പുതിയ റേറ്റ് എന്ന് നമുക്ക് പറയാം. സോ ഇൻക്രീസ് ബൈ 2 ടൈംസ്, 2 മടങ്ങ് കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ 3 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ദ റേറ്റ് ഓഫ് എ സർട്ടൻ ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ എ പ്ലസ് ബി പ്ലസ് സി ഗീവ്സ് പ്രോഡക്റ്റ് ഈസ് ഗിവൺ ബൈ. ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ്റെ എങ്ങനെയാ പറയുന്നത്? എ പ്ലസ് ബി പ്ലസ് സി ഗീവ്സ് പ്രോഡക്ട്സ്. ഇതാണ് ആ റിയാക്ഷൻ. എങ്കിൽ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ തന്നിട്ടില്ലേ മക്കളെ? റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1/2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 1/3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു 1/4. ഇങ്ങനല്ലേ റേറ്റ് ഇക്വേഷൻ തന്നേക്കുന്നത്? എങ്കിൽ റിയാക്ഷൻ്റെ ഓർഡർ എന്താണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? എന്താ ഓർഡർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇറ്റ് ഈസ് ദ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറായിട്ട് വരുന്ന ആളിൻ്റെ സമ്മിനെയല്ലേ നമ്മൾ ഓർഡർ എന്ന് വിളിക്കുന്നത്? എങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവർ ഓവറാൾ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി എയുടെ പവർ 1/2 പ്ലസ് ബിയുടെ പവർ 1/3 പ്ലസ് സിയുടെ പവർ 1/4. മക്കളെ ഇത് തമ്മിലങ്ങ് ആഡ് ചെയ്താൽ പോരെ? നമുക്കിത് ആ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആക്കാൻ വേണ്ടി നമ്മൾ ഡിനോമിനേറ്റർ 12 എന്ന് എടുക്കുന്നു. ഇവരുടെ എല്ലാം LCM 12 എന്ന് എടുക്കുന്നു. അതായത് 6 + 4 + 3 ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 13/12 എന്ന് കിട്ടും. 13/12 ആണ് ഈ റിയാക്ഷൻ്റെ ഓവറാൾ ഓർഡർ. 13/12 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഓപ്ഷൻ 4 കാണാൻ പറ്റും. സോ മക്കളെ ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റിയാക്ഷൻ്റെ ഓർഡറിനെ 0 ആകാം, ഫ്രാക്ഷണൽ വാല്യൂ ആകാം എന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട്. സോ ഇറ്റ്സ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ റിയാക്ഷൻ്റെ ഓവറാൾ ഓർഡർ എത്രയാണ് വരുന്നത്? 13/12 എന്നാണ് വരുന്നത്. അത് ഓപ്ഷൻ 4 സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Following mechanism has been proposed for a reaction 2a plus b gives d plus e. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2a plus b gives d plus e. എന്നിട്ട് ഈ റിയാക്ഷൻ അതിൻ്റെ മെക്കാനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒരു എലമെൻ്ററി റിയാക്ഷൻ അല്ല, പകരം ഒന്നിലധികം സ്റ്റെപ്പുകളായിട്ട് നടക്കുന്ന ഒരു കോംപ്ലക്സ് റിയാക്ഷനാണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് മക്കളെ, ഒരു റിയാക്ഷൻ ഒന്നിലധികം സ്റ്റെപ്പുകളായിട്ട് നടക്കുമ്പോൾ അതിലേറ്റവും പതിയെ നടക്കുന്ന സ്റ്റെപ്പ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്കതാ ഇതിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ഏതാ? എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. ഇതല്ലേ? ഇവിടെ എയും ബി റിയാക്റ്റൻറ്റുകളാണ് എന്ന് കാണാമല്ലോ. എങ്കിൽ ഇതിൻ്റെ റേറ്റിലോ എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ. സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എയുടെ കോഎഫിഷ്യൻ്റ് എന്താ? 1. അപ്പോൾ പവറായിട്ട് 1 കൊടുക്കാം. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, ബിയുടെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 1. അപ്പോൾ പവർ 1 ആയിട്ട് കൊടുക്കാം. ഈ സ്ലോവസ്റ്റ് സ്റ്റെപ്പിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും എപ്പോഴും റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എന്ന്
എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെ റേറ്റ് എക്സ്പ്രഷൻ വരുന്നത്? റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു 1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു 1. ഇങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ മക്കളെ ഇത് കറക്റ്റായിട്ട് പറയുന്നത് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഓപ്ഷൻ 2 ഉണ്ട്. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The reaction 2a plus b gives p. Follows the mechanism. ഒരു റിയാക്ഷൻ ഉണ്ട്. റിയാക്ഷൻ എന്താ? 2a plus b gives പ്രോഡക്റ്റ് p എന്നാണ്. ഇനി അതിൻ്റെ മെക്കാനിസം നോക്കേ. ആദ്യം ഏതാ? 2a a2 ആയിട്ട് മാറുന്നു. അത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. a2 plus b gives പ്രോഡക്ട്സ്. a2 plus b gives പ്രോഡക്ട്സ്. ഇതാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പ് പ്രകാരം നമുക്ക് എന്ത് എഴുതാം? റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് a2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഇങ്ങനെ എഴുതിക്കൂടെ? എന്നാൽ ഇവിടെ a2 എന്ന് പറയുന്ന ആളിനെ എടുക്കുവാണെങ്കിൽ അയാൾ റിയാക്റ്റൻറ്റും അല്ല പ്രോഡക്റ്റും അല്ല. a2 എന്താണ്? ഇൻ്റർമീഡിയറ്റ് ആണ്. റിയാക്ഷൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ആണ് ആര്? a2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ a2 എന്ന് പറയുന്ന ആളുടെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കുന്ന ബുദ്ധിമുട്ടല്ലേ? അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മളിതാ k ഇക്വലൻ്റ് കണ്ടുപിടിക്കും. ഓക്കെ, k ഇക്വലൻ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ദാ ഈ ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് 2a റിവേഴ്സിബിൾ a2. ഇതിൽ നിന്നാണ് നമ്മൾ k ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നത്. k ഇക്വലൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. എന്താ നോക്കിക്കോ. ദാ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് a2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് a ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിൽ നിന്ന് കോൺസെൻട്രേഷൻ ഓഫ് a2 എന്താണെന്ന് നമുക്ക് കിട്ടും. ദാ ഈ ടേമിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ പോരെ. k ഇക്വലൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് a സ്ക്വയർ. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് a2 വരെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഞാൻ എന്താ റേറ്റ് എക്സ്പ്രഷൻ എഴുതുന്നു. റേറ്റ് ഈക്വൽ ടു k ഇൻറ്റു ഇനി ദാ k ഇക്യു ഇൻറ്റു ദാ കോൺസെൻട്രേഷൻ ഓഫ് a സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് b. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇതാണ് നമ്മുടെ റേറ്റ് എക്സ്പ്രഷൻ. ഇവിടെ എയും ബിയും നമ്മുടെ റിയാക്റ്റൻറ്റുകളാണെന്നറിയാമല്ലോ. എങ്കിൽ മക്കളെ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഓർഡർ. എന്താ ഓർഡർ എന്ന് വെച്ചാൽ സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനകത്ത് കോൺസെൻട്രേഷൻ ടേമിൻ്റെ പവറായിട്ട് വരുന്ന ആളുകളുടെ സമ്മ്. അപ്പോൾ 2 + 1 എന്ന് എടുക്കാം. നമുക്ക് എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഈ റിയാക്ഷൻ്റെ ഓർഡർ എത്രയാണ്? 3 ആണ് മക്കളെ. 3 എന്ന് പറയുന്ന ഓപ്ഷൻ 2-ൽ കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ഏതാ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ദ ഫോളോയിങ് മെക്കാനിസം ഹാസ് ബീൻ പ്രപ്പോസ്ഡ് ഫോർ ദ റിയാക്ഷൻ ഓഫ് NO നൈട്രജൻ മോണോക്സൈഡ് വിത്ത് ബ്രോമിൻ ടു ഫോം NOBr. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി നോക്കിക്കോ. രണ്ട് സ്റ്റെപ്പുകളായിട്ട് ആ റിയാക്ഷൻ നടക്കുന്നത്. NO ബ്രോമിനുമായിട്ട് കൂടിച്ചേരുന്നു. എന്തായിട്ട് മാറുന്നു? NOBr2 ആയിട്ട് മാറുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത് ഫാസ്റ്റ് സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്ക്. NOBr2 വീണ്ടും NOയുമായിട്ട് കൂടിച്ചേരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 മോളിക്യൂൾ NOBr ആയിട്ട് മാറുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഇഫ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്? റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. ദെൻ ദി ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO ഈസ് NO നൈട്രജൻ മോണോക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ്റെ ഓർഡർ എത്രയാണെന്നാ ചോദ്യം. അപ്പോൾ മക്കളെ നമുക്കിതാ ഇത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണല്ലോ. സ്ലോവസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ റേറ്റിന് എക്സ്പ്രഷൻ എഴുതുന്നത്. റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NOBr2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO. ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്? അപ്പോൾ നമ്മളിതാ നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതി. ഇവിടെയും നമുക്ക് കാണാം NOBr2 എന്ന് പറയുന്ന ആൾ ഇൻ്റർമീഡിയറ്റ് അല്ലേ? NOBr2 എന്താണ്? ഇൻ്റർമീഡിയറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ ചെയ്ത പോലെ k ഇക്വലൻ്റ് എടുത്താൽ പോരെ. k ഇക്വലൻ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? k ഇക്വലൻ്റ് നമ്മൾ എടുക്കുന്നത് ആ കോൺസെൻട്രേഷൻ ഓഫ് NOBr2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2. ഓക്കെ, ഇങ്ങനെ എടുത്തൂടെ? ഇവിടുന്ന് കോൺസെൻട്രേഷൻ ഓഫ് NOBr2 നമുക്ക് എന്താ കിട്ടും? NOBr2. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് NOBr2 ഈക്വൽ ടു ഈ ആളുകൾ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ പോരെ. k ഇക്വലൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2. മക്കളെ ഈ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താ കിട്ടും? റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് k ഇൻറ്റു ദാ NOBr2ൻ്റെ കോൺസെൻട്രേഷൻ വരെ നമുക്ക് എന്തെഴുതാം? k ഇക്വലൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO ഇൻറ്റു Br2.
NOBr2ൻ്റെ കോൺസെൻട്രേഷൻ വരെ അങ്ങനെ എഴുതി കൂടെ. ഇനി അവിടെ ആരും കൂടെ ഉണ്ട്, ഒരു NO നൈട്രജൻ മോണോക്സൈഡും കൂടെ ഉണ്ട്. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? K ഇക്വലൻ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO 2 വട്ടമില്ലേ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Br2. മക്കളെ, ഈ റിയാക്ഷൻ്റെ ഓവറാൾ ഓർഡറാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഓർഡർ എത്രയാണ്? ഓവറാൾ ഓർഡർ എത്രയാണ്? 3 ആണ് എന്ന് പറയാം. 2 + 1 3 ആണെന്ന് പറയാം. എന്നെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO അല്ലേ? ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു NO എന്താ പറയാം? 2. എന്നോട് പവർ എത്രയാ? 2 അല്ലേ? അപ്പോൾ 2 ആണെന്ന് നമുക്ക് പറയാം. 2 എന്ന് പറയുന്ന ആൻസർ നമുക്കത് ഓപ്ഷൻ 1 കാണാൻ പറ്റും. സോ മക്കളെ, ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എളുപ്പമുള്ളൊരു ചോദ്യം അല്ലായിരുന്നോ? ദാ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ദ റേറ്റ് ലോ ഓഫ് ദ റിയാക്ഷൻ A plus 2B പ്രോഡക്റ്റ് ഈസ് ഗിവൺ ബൈ dPb/dt equal to K into concentration of A square into B. If A is taken in large excess, the order of reaction will be. മക്കളെ, ഇതാ ഇതുപോലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. A plus 2B give products. ഓക്കെ, ഈ റിയാക്ഷൻ്റെ റേറ്റ് പറയുന്നുണ്ട്. റേറ്റ് അതായത് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം എത്രയാണെന്ന് തരുന്നുണ്ട്? K ഇൻറ്റു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഓക്കെ ആണേ. ഇനി പറയുന്നുണ്ട് A ധാരാളമായി എടുത്തിരിക്കുന്നു. എയുടെ കോൺസെൻട്രേഷൻ ലാർജ് എക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നു. സോ തീർച്ചയായിട്ടും എ എന്ന് പറയുന്ന ആളിൻ്റെ കോൺസെൻട്രേഷൻ ഈ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? ഈ റിയാക്ഷനകത്ത് എയുടെ അളവ് കൂടുതലാണെങ്കിൽ എ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ബി എപ്പോൾ തീരുന്നോ അത്രയും നേരം വലിയ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ബി എന്ന് പറയുന്ന ആൾ മാത്രമേ ഈ റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്നുള്ളൂ. സോ നമുക്കത് ആ റേറ്റിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാറ്റാം. റേറ്റ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു ബി കോൺസെൻട്രേഷൻ ഓഫ് ബി. ബിയുടെ പവർ 1 അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ ആണോ? കാര്യം എ ലാർജ് എക്സസിലാണുള്ളത്. എ ധാരാളമായിട്ടുള്ളത് കൊണ്ട് തന്നെ എയുടെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. ബി എന്ന് പറയുന്ന ആളാണ് റിയാക്ഷൻ എത്ര നേരം നടക്കണം, റിയാക്ഷൻ്റെ സ്പീഡ് എത്രയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ ഓർഡർ ഓഫ് റിയാക്ഷൻ വിൽ ബി സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം അല്ലേ ഓർഡർ എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് എത്രയെന്ന് പറയാം? 1 എന്ന് പറയാം. മക്കളെ, 1 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ സീറോ ഓർഡർ റിയാക്ഷൻ, വീണ്ടും ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. A gives B plus C. എന്താ റിയാക്ഷൻ? A gives B plus C. ഇതാണ് നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷൻ. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് A ഈസ് 0.1 മോളാർ. അപ്പോൾ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് R0 എത്രയാ? 0.1 മോളാർ എന്നാണ് എടുക്കുന്നത്. ആൻഡ് ഇഫ് A കോൺസെൻട്രേഷൻ ഓഫ് A ഈക്വൽ ടു 0.08 മോളാർ ആഫ്റ്റർ 10 മിനിറ്റ്സ്. അതായത് ടൈം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാളുടെ റിയാക്റ്റൻറ്റിൻ്റെ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാ? 0.08 മോളാറായിട്ട് മാറി. ദെൻ ഇറ്റ്സ് ഹാഫ് ലൈഫ് ആൻഡ് കംപ്ലീഷൻ ടൈം ആർ റെസ്പെക്റ്റീവ്ലി. എങ്കിൽ ഈ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ റിയാക്ഷൻ തീരാൻ ആവശ്യമുള്ള സമയം കംപ്ലീഷൻ ടൈം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതല്ലേ ചോദ്യം? ഓക്കെ മക്കളെ, ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് ആദ്യം തന്നെ പറയുന്നുണ്ട്. ഒരു സീറോ ഓർഡർ റിയാക്ഷനാണ് ഇത്. ഓക്കെ, എങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. K കണ്ടുപിടിക്കാം. റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സീറോ ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ എന്താ? R0 - R ഡിവൈഡഡ് ബൈ T. ഇതല്ലേ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ. ഇതിലോട്ട് നമുക്ക് ഓരോരുത്തരുടെയും വാല്യൂസ് ഇട്ട് കൊടുക്കാം. R0യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 0.1 മൈനസ് ആറിൻ്റെ വാല്യൂ എത്രയാ? 0.08 ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 10 മിനിറ്റ്. ഓക്കെ ആണേ. എന്നിട്ട് നമ്മളിതാ ഈ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. 0.02 ഡിവൈഡഡ് ബൈ 10 എന്ന് വരത്തില്ലേ? ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.002 മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, R0യുടെ വാല്യൂ കിട്ടിയില്ലേ? 0.002 മോൾ പെർ ലിറ്റർ പെർ മിനിറ്റ് അല്ലെങ്കിൽ മോളാർ പെർ മിനിറ്റ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കണ്ടേ? ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R0 ഡിവൈഡഡ് ബൈ 2K ചെയ്താൽ മതിയല്ലോ. R0 ഡിവൈഡഡ് ബൈ 2K ചെയ്ത് നോക്കാം നമുക്ക്. മക്കളെ, R0 എത്രയാ? 0.1 ഡിവൈഡഡ് ബൈ 2K അല്ലേ? 2 ഇൻറ്റു 0.002. ഓക്കെ, 2 ഇൻറ്റു 0.002 ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് 25 മിനിറ്റ് എന്ന് കിട്ടും.
എത്ര എന്ന് കിട്ടും? 25 മിനിറ്റ് എന്ന് കിട്ടും. ഈ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫാണ് ടി ഹാഫ്. എത്രയാ? 25 മിനിറ്റ്. ഇനി മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളടുത്ത് ഇനി അടുത്തായിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്തുവാ? കംപ്ലീഷൻ ടൈം അല്ലേ നമുക്ക് വേണ്ടത്. ഈ റിയാക്ഷൻ തീരാൻ എത്ര നേരമാണ് എടുക്കുന്നത്? ഇതും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ റിയാക്ഷൻ്റെ പകുതി തീരാൻ വേണ്ട സമയം, ഹാഫ് ലൈഫ് എത്രയാണ്? 25 മിനിറ്റ് അല്ലേ? അപ്പോൾ ടി കംപ്ലീഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ടി കംപ്ലീഷൻ ഈക്വൽ ടു ടി ഹാഫ് ഇൻറ്റു 2 ചെയ്താൽ പോരെ? അല്ലെങ്കിൽ നമുക്കത് വേറൊരു രീതി പറയാം, R0 ഡിവൈഡഡ് ബൈ കെ ചെയ്താലും മതി. ഇത് രണ്ടും ചെയ്താൽ നമുക്ക് ഒരേ വാല്യൂ കിട്ടുന്നത്. 25 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എന്ന് കിട്ടും? 50 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 25 മിനിറ്റ്. കംപ്ലീഷൻ ടൈം എത്രയാണ്? 50 മിനിറ്റ്. 25 മിനിറ്റും 50 മിനിറ്റും കറക്റ്റായിട്ട് അതായത് ഓപ്ഷൻ 3യിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ മക്കളെ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ ഈസ് 10.8 ഇൻറ്റു 10⁻⁵. ഓക്കെ, റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ തരുന്നുണ്ട്. എത്രയാ? 10.8 ഇൻറ്റു 10⁻⁵ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ദെൻ ദ റിയാക്ഷൻ ഒബേസ്. റിയാക്ഷൻ ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? കൂടുതലൊന്നും തപ്പിപ്പോവണ്ട. നമുക്കറിയാം ഒരു 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ അവരുടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്താ? റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്, പെർ ടൈമിൻ്റെ യൂണിറ്റ് ഇങ്ങനല്ലേ വരുന്നത്. അപ്പോൾ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് കാണുമ്പോഴേ മനസ്സിലാവും ഇത് എന്ത് ഓർഡർ റിയാക്ഷനാ? 0 ഓർഡർ റിയാക്ഷനാ മക്കളെ. 0 ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ 2ൽ ഒരു ഉത്തരം കാണാം. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് എ സർട്ടൺ റിയാക്ഷൻ dc/dt അറ്റ് ഡിഫറെൻറ്റ് ടൈം ആർ ആസ് ഫോളോസ്. ടൈം 0 ആയിരുന്നപ്പോൾ അതിൻ്റെ റേറ്റ് ഓക്കെ ടി ഈക്വൽ ടു 0. ടൈം 0 ആയിരിക്കുന്ന സമയത്ത് റേറ്റ് എത്രയാ? റേറ്റ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടും? 2.8 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ടൈം 10 ആയിരിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാ? ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2.78 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ടൈം 20 ആയിരിക്കുമ്പോൾ റേറ്റ് എത്രയാണെന്ന് തരുന്നുണ്ട്? റേറ്റ് ഈക്വൽ ടു 2.81 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടും. ഓക്കെ ആണോ? അല്ല, ഇനി ടൈം 30 ആയിരിക്കുമ്പോൾ റേറ്റ് എത്രയാണെന്ന് തരുന്നുണ്ട്? റേറ്റ് ഈക്വൽ ടു 2.79 ഇൻറ്റു 10⁻⁻² എന്ന് കിട്ടും. നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റേറ്റിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? ഈ റിയാക്ഷൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സമയത്തിനനുസരിച്ച് കോൺസെൻട്രേഷന് മാറ്റം വരും. പക്ഷേ റേറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഏത് ഓർഡറിനാണെന്ന് ചോദിച്ചാൽ റേറ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഏത് ഓർഡറിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താ? 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിലല്ലേ? 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിലാണ് റേറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് കോൺസെൻട്രേഷൻ. എങ്കിൽ മക്കളെ നമുക്ക് പറയാം ഇത് എന്ത് ഓർഡർ റിയാക്ഷനാ? 0 ഓർഡർ റിയാക്ഷനാ. ഇനി അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അത് ആ റേറ്റിൻ്റെ യൂണിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണെന്ന് തന്നിട്ടുണ്ട്? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് വരുന്ന ഏത് ഓർഡർ റിയാക്ഷൻ്റെ കേസിലാ? 0 ഓർഡർ റിയാക്ഷൻ്റെ കേസിലല്ലേ മക്കളെ? 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 1ൽ കാണാം. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ റിയാക്ഷൻ 2A ഗിവ്സ് പ്രോഡക്ട്സ്. 2A ഗിവ്സ് പ്രോഡക്ട്സ്. ഓക്കെ, ഇതുപോലെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഈസ് ഫൗണ്ട് ടു ഫോളോ 0 ഓർഡർ കൈനറ്റിക്സ്. ഇത് എന്ത് റിയാക്ഷനാ? 0 ഓർഡർ റിയാക്ഷനാ. എങ്കിൽ ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? നമുക്ക് പറയാം എന്താ? dx/dt ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് k ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റൻ്റ് റേസ് ടു 0. ഇത് 0 ഓർഡർ റിയാക്ഷൻ അല്ലേ? അപ്പോൾ dx/dt ഈക്വൽ ടു k ഇൻറ്റു a റേസ് ടു 0 എന്ന് പറയുന്നതായിരിക്കും ആൻസർ. മക്കളെ, അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 2 നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, 0 ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ലേ? ഓക്കെ, ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ഇൻ കേസ് ഓഫ് 0 ഓർഡർ റിയാക്ഷൻ. മക്കളെ, റേറ്റ് കോൺസ്റ്റന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെലോസിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, ഈ പറയുന്ന ആളിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ദാ മോൾ ലിറ്റർ
സെക്കൻഡ്. ടൈം സെക്കൻഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ ആണേ. എങ്കിൽ ഇതാ നോക്കിക്കോ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഇതായിരിക്കും ഒരു nth ഓർഡർ റിയാക്ഷൻ്റെ റിയാക്ഷൻ. ആ nth ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഈ എന്നിൻ്റെ വാല്യൂ 0, 1, 2, 3 എന്ന് 4 എന്നൊക്കെ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ റിയാക്ഷൻ്റെ കറസ്പോണ്ടിങ് റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് കിട്ടും. അപ്പം ഈ മോൾ പെർ ലിറ്റർ അല്ലേ മോളാർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എങ്കിൽ ഞാൻ എന്താ ഇങ്ങനെ പറയുന്നു, കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ഇൻറ്റു എന്താ ടൈമിൻ്റെ ഇൻവേഴ്സ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ഇൻറ്റു ടൈമിൻ്റെ ഇൻവേഴ്സ്. ഇതായിരിക്കുമല്ലോ ഒരു സീറോ ഓർഡറിൻ്റെ കാര്യം. എന്താ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇതല്ലേ ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ്. മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഇൻറ്റു ടൈമിൻ്റെ ഇൻവേഴ്സ്. കോൺസെൻട്രേഷൻ ഇൻറ്റു ടൈമിൻ്റെ ഇൻവേഴ്സ് എന്ന് നമുക്ക് ഓപ്ഷൻ 1 കാണാം. സോ മക്കളെ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് കറക്റ്റ് അബൌട്ട് സീറോ ഓർഡർ റിയാക്ഷൻ? ഒരു സീറോ ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള കാര്യം എന്താണ്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഡീകേ കോൺസ്റ്റൻറ്റ്. തെറ്റ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ശരി. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൺസെൻട്രേഷൻ റേസ് ടു -1. സോറി, തെറ്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഇൻവേഴ്സ് ടൈം ഇൻവേഴ്സ്. തെറ്റ്. സീറോ ഓർഡർ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഓപ്ഷൻ 2 റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് കണ്ടുകൂടെ? അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മകളെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഈസ് കറക്റ്റ് ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ റെസ്പെക്റ്റീവ്ലി വേർ എ ഈസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ? ഓക്കെ മകളെ, ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെയും കേസിൽ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷനുകളാണ് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് T½ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? T½ = R0/2K. അതല്ലേ ഇക്വേഷൻ? ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഒരു സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ അവരുടെ ഹാഫ് ലൈഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എ എന്നല്ലേ കാണിച്ചേക്കുന്നത്, അപ്പോൾ A/2K എന്ന് എഴുതാം. ഈ ഇനിഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇനിഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞൂടെ? T½ പ്രപ്പോർഷണൽ ടു എ, T½ പ്രപ്പോർഷണൽ ടു എ എന്ന് പറയാം. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ എന്താ? T½ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ T½ = 0.693 / K എന്ന് പറയുന്നതിലെ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ ടേം കാണുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാൻ പറയുന്നു T½ ഈസ് പ്രപ്പോർഷണൽ ടു A⁻0, അതായത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞൂടെ? അപ്പോൾ T½ ഈസ് പ്രപ്പോർഷണൽ ടു A⁻0. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ T½ ഈസ് പ്രപ്പോർഷണൽ ടു A. സീറോ ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ അത് കറക്റ്റായിട്ട് പറയുന്ന ഓപ്ഷൻ 2 ഇല്ലേ ഇവിടെ? സോ ഓപ്ഷൻ 2 ആണ് മക്കളെ നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ആൻ എലമെൻ്ററി റിയാക്ഷൻ X gives Y plus Z, the half-life period is 10 minutes. In what period of time the concentration of X will be reduced to 10% of original concentration? ഓക്കെ ആണേ മക്കളെ, ഇതാ നോക്കിക്കോ. ഒരു എലമെൻ്ററി റിയാക്ഷൻ ഉണ്ട്, എക്സ് ഗീവ്സ് വൈ പ്ലസ് സെഡ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് T½ എത്രയാണെന്ന് കാണാം? 10 മിനിറ്റ് ആണെന്ന് കാണാം. T½ എത്രയാ? 10 മിനിറ്റ് ആണ്. ഓക്കെ. ഇൻ വാട്ട് പീരീഡ് ഓഫ് ടൈം ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് വിൽ ബി റെഡ്യൂസ് ടു 10%? അതായത് ഈ എക്സ് എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ് 10% മാറാൻ എത്ര സമയമാണ് വേണ്ടത് എന്നുള്ളതല്ലേ ചോദ്യം. ഇപ്പോൾ കണ്ടുപിടിച്ച് തരാം. എങ്ങനെയാ? നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ T½ ഇക്വേഷൻ അറിയാം, 0.693 K. എങ്കിൽ ഇതിൽ നിന്ന് കെയുടെ എക്സ്പ്രഷൻ എഴുതിക്കൂടെ? K = 0.693 / T½ എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ നമുക്കിതാ 0.693 / T½ എത്രയാ? 10 മിനിറ്റ് അല്ലേ? നമുക്ക് എത്രയെന്ന് കിട്ടും? 0.0693 മിനിറ്റ് റേസ് ടു -1. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റ് അറിയാമല്ലോ, മിനിറ്റ് ടൈമിൻ്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ ആണ്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻ്റ് K കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ എടുക്കാം. ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ എങ്ങനെയാ? K = 2.303 / T log R0/R.
ഇതല്ലേ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് ടൈം വേണം. ടൈം t ഈക്വൽ ടു 2.303 ബൈ കെ എത്രയാ മക്കളെ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ 0.0693. ഓക്കെ, 0.0693 ഇൻറ്റു ലോഗ് R0. ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഫൈനൽ കോൺസെൻട്രേഷൻ 10% ബാക്കി എന്നല്ലേ, അപ്പോൾ 10 ആയിട്ട് എടുക്കാം. നമുക്ക് എന്തെന്ന് കിട്ടും? ലോഗ് 10. ലോഗ് 10ൻ്റെ വാല്യൂ 1 അല്ലേ? അപ്പോൾ നമുക്കത് 2.303 ഡിവൈഡഡ് ബൈ 0.0693 ഇത്രയും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എന്ന് കിട്ടും? 33 മിനിറ്റ് എന്ന് കിട്ടും. ചെയ്ത് നോക്കുക മക്കളെ, 33 മിനിറ്റ് നമുക്ക് ആൻസർ കിട്ടും. 33 മിനിറ്റ് ഓപ്ഷൻ 2-ലുണ്ട്. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതാ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 75% കംപ്ലീറ്റഡ് ഇൻ 100 മിനിറ്റ്സ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ 87.5% ടു കംപ്ലീറ്റ്? ഓക്കെ മക്കളെ, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. അതിൻ്റെ 75% തീരാൻ വേണ്ട സമയം T75% തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 100 മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് T50% കണ്ടുപിടിക്കാം. അതായത് T½ കണ്ടുപിടിക്കാം. T½ അതായത് ഇതാ നോക്കിക്കോണേ, 75% തീരണമെങ്കിൽ ആദ്യമേ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതിൻ്റെ 50% തീരണം. ഇനിയിപ്പോൾ ഈ ബാക്കിയുള്ള 50%ത്തിൻ്റെ 25% കൂടെ തീരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഹാഫ് ലൈഫ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഈ കാണുന്ന T75 അതിൻ്റെ പകുതിയാണ് എന്ത്? ഹാഫ് ലൈഫ്. ഓക്കെ ആണോ? അതായത് 100/2 എത്ര? 50 മിനിറ്റ് ആയിരിക്കും അവരുടെ ഹാഫ് ലൈഫ്. ഓക്കെ ആണേ? ഇനി നമുക്ക് T87.5 അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ മക്കളെ, T87.5 എങ്ങനെ ചെയ്യാം? എന്താ ശ്രദ്ധിക്കണേ. ആദ്യമേ 100 ആയിരുന്നു ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അത് കുറഞ്ഞ് 50 ആകുമ്പോഴത്തേക്കും ഒരു T½ ആയില്ലേ? ഇനി 50 കുറഞ്ഞ്, അതായത് 50% ബാക്കിയുണ്ട്. വീണ്ടും ഈ 50ൻ്റെ പകുതി 25 കുറയണം. അതായത് 75% കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് 2 ഹാഫ് ലൈഫ് ആയില്ലേ? ഇനി ഈ ബാക്കിയുള്ള 25ൻ്റെ പാതിയും കൂടെ കുറയണം. 12.5 കുറയ്ക്കണം. അതായത് T87.5 ആവാൻ 3 വട്ടം ഹാഫ് ലൈഫ് ആയാൽ പോരെ. അപ്പോൾ 3 × T½ ചെയ്താൽ മതിയല്ലോ. 3 × 50 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 150 മിനിറ്റ് എന്ന് കിട്ടും. ഓക്കെ ആണോ? 150 മിനിറ്റ്. മക്കളെ, നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ 150 മിനിറ്റ് നമുക്ക് ഓപ്ഷൻ 2-ൽ കാണാൻ പറ്റും. സോ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വിച്ച് ഹാസ് ഹാഫ് ലൈഫ് 480 സെക്കൻഡ്സ്. എളുപ്പമുള്ള ചോദ്യമാണ്. കാര്യം നമുക്ക് T½ ഇക്വേഷൻ അറിയാം. 0.693/K. ഇവിടെ നിന്ന് റേറ്റ് കോൺസ്റ്റന്റ് K കണ്ടുപിടിക്കുക. എന്ത് ചെയ്താൽ മതി? 0.693/T½ ചെയ്താൽ മതി. മക്കളെ, T½ 450 സെക്കൻഡ് ആണ് തരുന്നില്ലേ? അതായത് 0.693 ഡിവൈഡഡ് ബൈ 480. മക്കളെ, നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ കിട്ടും 1.44 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ ആണോ? 1.44 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് ഓപ്ഷൻ 1-ലുണ്ട്. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 20% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വാസ് കംപ്ലീറ്റഡ് ഇൻ 5 മിനിറ്റ്സ്. വെൻ വിൽ 60% ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ്? ഓക്കെ, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ്റെ 20% കംപ്ലീറ്റ് ആകാൻ 5 മിനിറ്റ് എടുത്തെങ്കിൽ ആ റിയാക്ഷൻ്റെ 60% കംപ്ലീറ്റ് ആകാൻ എത്ര നേരമാണ് ആവശ്യം? ഇതാണ് ചോദ്യം. ഓക്കെ, എങ്കിൽ മക്കളെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ 20% കംപ്ലീറ്റ് ആകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 20% കംപ്ലീറ്റ് ആകാൻ ആവശ്യമുള്ള സമയം എത്രയാ? 5 മിനിറ്റാണ്. ഓക്കെ ആണേ? എങ്കിൽ ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അറിയാലോ. K = 2.303/T ലോഗ് R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ R ഫൈനൽ കോൺസെൻട്രേഷൻ. ഓക്കെ ആണേ? നമുക്ക് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100 ആയിട്ട് എടുക്കാം. 100ൻ്റെ 20% പോയി. ഇനി ബാക്കി എന്താ ഉള്ള? 80 അല്ലേ ഫൈനൽ കോൺസെൻട്രേഷൻ. അപ്പോൾ K നമുക്ക് കണ്ടുപിടിക്കാം. K = 2.303/T. T എത്രയാ? 5 ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 100, ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാ? 20 പോയിട്ട് ബാക്കി എത്രയുണ്ട്? 80 ഉണ്ട്. മക്കളെ, വെട്ടിപ്പോത്തില്ലേ? വെട്ടിപ്പോയിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? 5/4 എന്ന് കിട്ടും ഇല്ലേ? ഓക്കെ, അതായത് നമുക്ക് 2.303/5 ലോഗ് 5/4. ഈ ലോഗ് 5/4 നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയോ? ഇതാ നോക്കിക്കോ. ലോഗ് A/B എന്ന ഫോമിലല്ലേ ലോഗ് 5/4. ലോഗ് A/B നമ്മളെങ്ങനെ എഴുതുന്നത്? ലോഗ് A - ലോഗ് B. അപ്പോൾ ലോഗ് 5/4 എങ്ങനെ എഴുതാം? ലോഗ് 5 - ലോഗ് 4 എന്ന് എഴുതിക്കൂടെ? അറിയാമല്ലോ മക്കളെ. ലോഗ് 5ൻ്റെ വാല്യൂ എത്രയാ? 0.6989 അല്ലേ? ലോഗ് 5ൻ്റെ വാല്യൂ അറിയാമല്ലോ, 0.6989. ഇനി ലോഗ് 4ൻ്റെ വാല്യൂ എത്രയാ?
6020 അല്ലേ? ഓക്കെ ആണേ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 0.0969 എന്ന് കിട്ടും. 0.0969 എന്ന് കിട്ടും. ഈ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തൂടെ? നമുക്ക് എന്തെന്ന് കിട്ടും? 2.303/5 log 5/4 വരെ നമുക്ക് എന്തെഴുതാം? 0.0969 എന്നെഴുതാം. 0.0969 എന്ന് എഴുതുമ്പോഴേക്കും നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കിട്ടും 0.0446. ഓക്കെ ആണോ? ടൈം മിനിറ്റിലല്ലേ? അത്രയും മിനിറ്റ് ഇൻവേഴ്സ് എന്ന് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ് കെയുടെ വാല്യൂ കിട്ടിയില്ലേ? അതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തുവാ? വെൻ വിൽ 60% ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ്? റിയാക്ഷൻ്റെ 60% എപ്പോൾ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. 60% കംപ്ലീറ്റ് ആകാൻ വേണ്ട ടൈം ടി ആണെന്നിരിക്കട്ടെ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണേ. നമുക്കത് ആ ടൈം ടി കണ്ടുപിടിക്കാം. ഈ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷൻ ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. 2.303/k log ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ R. ചെയ്താൽ പോരെ? നമ്മൾ ചെയ്ത് നോക്കാം. ദാ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 2.303/k. കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. എത്രയാണ് കെയുടെ വാല്യൂ? 0.0446. ഇതല്ലേ കെയുടെ വാല്യൂ. ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഫൈനൽ കോൺസെൻട്രേഷൻ 60% കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി ബാക്കി എത്രയുള്ള? 40% അല്ലേ ഉള്ളത്. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെന്ന് കിട്ടും? 5/2 എന്ന് കിട്ടും. മക്കളെ, ലോഗ് 5/2ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ലോഗ് 5/2 എങ്ങനെയാണ് ചെയ്യുന്നത്? ലോഗ് 5/2 ഈക്വൽ ടു ലോഗ് 5 മൈനസ് ലോഗ് 2. ലോഗ് 5ൻ്റെ വാല്യൂ അറിയാമല്ലോ, 0.6989 മൈനസ് ലോഗ് 2ൻ്റെ വാല്യൂ അറിയാമല്ലോ, 0.3010. മക്കളെ, ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 0.3979 എന്ന് കിട്ടും. 0.3979. ഓക്കെ ആണേ. വാല്യൂ കിട്ടിയേ? ആ വാല്യൂ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ദാ 2.303/0.0446 ഇൻറ്റു ലോഗ് 5/2ൻ്റെ വാല്യൂ എത്രയാണ്? 0.3979. ഓക്കെ, എങ്ങനെയാണ് വന്നതെന്ന് കിട്ടിയോ? ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കിതാ 20.55 മിനിറ്റ് എന്ന് കിട്ടും. 20.55 മിനിറ്റ് ആണ് നമ്മുടെ ആൻസർ. നമ്മൾ ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഇതാ നമുക്ക് ഓപ്ഷൻ 1ൽ 20.55 മിനിറ്റ് എന്ന് കാണാൻ പറ്റും. സോ ഓപ്ഷൻ 1 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദാ ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 90% കംപ്ലീറ്റ് ഇൻ 40 മിനിറ്റ്. കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്, അതിൻ്റെ 90% കംപ്ലീറ്റ് ആകാൻ 40 മിനിറ്റ് വേണ്ടി വന്നു എങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ടി ഹാഫ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസാണ് ടി ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, ദാ 90% കംപ്ലീറ്റ് ആവാൻ 40 മിനിറ്റ് വേണ്ടി വന്നു എന്ന് പറയത്തില്ല. അപ്പം നമുക്ക് ദാ 90% കംപ്ലീറ്റ് ആകാനുള്ള ആ ഒരു കേസ് എടുക്കാം. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റർ റേറ്റ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. K ഈക്വൽ ടു 2.303/T log R0/R. ഇതെല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് വട്ടം നമ്മൾ ഈ ഇക്വേഷൻ പറഞ്ഞു കഴിഞ്ഞു. ദാ 2.303 ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? 40 മിനിറ്റ് അല്ലേ വേണ്ടത്? 40 മിനിറ്റ് ലോഗ് R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 100 ആയിട്ട് എടുക്കാം. ഡിവൈഡഡ് ബൈ R ഫൈനൽ കോൺസെൻട്രേഷൻ. മക്കളെ, 100 മോൾ പെർ ലിറ്റർ ആണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അതിൻ്റെ 90% പോയി. ബാക്കി എത്രയുള്ള? 10 അല്ലേ? അപ്പോൾ ലോഗ് 100/10 ലോഗ് 10 എന്ന് വരും. ലോഗ് 10ൻ്റെ വാല്യൂ 1 ആണെന്നറിയാം. ചെയ്യുമ്പോൾ നമുക്ക് 2.303/40 എന്ന് കിട്ടും. 2.303/40 ചെയ്യുമ്പോൾ നമുക്ക് 5.757 ഇൻറ്റു 10⁻². ഓക്കെ, അത്രയും. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ, മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ ആണോ? കെയുടെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ടി ഹാഫ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 0.693 ഡിവൈഡഡ് ബൈ കെ ചെയ്താൽ പോരെ? അതായത് 0.693 ഡിവൈഡഡ് ബൈ, മക്കളെ കെയുടെ വാല്യൂ എത്രയാ? 5.757 ഇൻറ്റു 10⁻². ഓക്കെ, ചെയ്യുമ്പോഴേക്കും നമുക്ക് 12.03 മിനിറ്റ് എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 12.03 മിനിറ്റ് എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ നോക്കാൻ നേരം അതിനകത്ത് 12 മിനിറ്റ് കാണാം. ഓപ്ഷൻ 4ൽ 12 മിനിറ്റ് ഉണ്ട്. സോ 12 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ 4 ഈസ് അവർ കറക്റ്റ് ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
Okay, if a first order reaction involves gaseous reactants and gaseous products, the unit of its rate constant is. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഉണ്ട്, ആ റിയാക്ഷനകത്തുള്ള റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും ഗേഷ്യസ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെന്ന് എങ്കിൽ അതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്, ഇപ്പോൾ റിയാക്റ്റൻറ്റുകളും പ്രോഡക്റ്റുകളും ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കെയുടെ യൂണിറ്റ് നമ്മളെങ്ങനെയാണ് പറയുന്നത്? ടൈം റേസ് ടു -1. ടൈമിൻ്റെ യൂണിറ്റ് എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ടൈം സെക്കൻഡിലാണ്. സോ നമുക്ക് കെയുടെ യൂണിറ്റ് പറയാം എന്താ? സെക്കൻഡ് റേസ് ടു -1 എന്ന് പറയാം. ഓക്കെ ആണേ മകളെ? സെക്കൻഡ് റേസ് ടു -1 ഓപ്ഷൻ 3-ലില്ലേ? സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 75% ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വാസ് ഫൗണ്ട് ടു കംപ്ലീറ്റ് ഇൻ 32 minutes. When will 50% of the same reaction complete? ഓക്കെ മക്കളെ, ഒരു റിയാക്ഷൻ്റെ 50% നടക്കാൻ വേണ്ട സമയം T50%. ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു റിയാക്ഷൻ്റെ 75% നടക്കാൻ വേണ്ട സമയം T75% ആണെന്നിരിക്കട്ടെ. എങ്കിൽ ഇത് തമ്മിൽ നമുക്കൊരു റിലേഷൻ പറയാൻ പറ്റും. എല്ലാവരും ഓർത്തു വെച്ചോ, 50% നടക്കാൻ വേണ്ട സമയം എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി ആയിരിക്കും എന്ത്? 75% നടക്കാൻ വേണ്ട സമയം. അപ്പോൾ T50% into 2 gives T75% എന്ന് നമുക്ക് എഴുതിക്കൂടെ? എങ്കിൽ നമുക്ക് T75% തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് T50% ഹാഫ് ലൈഫ് എങ്ങനെ കണ്ടുപിടിക്കാം? T75% ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ? T75% ക്വസ്റ്റ്യനിലുണ്ടല്ലോ 32 മിനിറ്റ് എന്ന്. ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ നമുക്ക് 16 മിനിറ്റ് എന്ന് കിട്ടും. 16 മിനിറ്റ് നമുക്ക് ഓപ്ഷൻ 2-ൽ കാണാം. സോ മക്കളെ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കർവ്സ് റെപ്രസെൻ്റ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഒരുപാട് റെപ്രസെൻറ്റേഷനുകൾ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ തന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ലോഗ് A-x ഇനി T ഇവർ തമ്മിലാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇൻക്ലിനേഷൻ, അതായത് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസിൽ നിന്ന് അവർ എത്ര ഡിഗ്രി ആംഗിളാണ് ചരിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അല്ലേ? സ്ലോപ്പ് മൈനസ് നമുക്ക് -K/2.303 എന്ന് കിട്ടണം. ഓക്കെ, അവിടുത്തെ ഇൻ്റർസെപ്റ്റ് ഓക്കെ നമുക്ക് ലോഗ് A എന്ന് കിട്ടണം. ഇങ്ങനെ കിട്ടുന്നത് ഏത് ഗ്രാഫിലാണോ ഓപ്ഷൻ 1-ൽ കാണാൻ പറ്റത്തില്ലേ? ഇതാരുടെ കേസാണ്? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ തന്നിരിക്കുന്ന ഈ റിയാക്ഷനുകളും എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഓർഡർ റിയാക്ഷൻ്റെയും കേസിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ നല്ലപോലെ നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കുവാണെങ്കിൽ ഇതാണ് ആരുടെ കേസ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ?